ഹിന്ദുത്വയുടെ എക്കാലത്തെയും വലിയ നേതാക്കളിൽ ഒരാളായ ബാൽ താക്കറെയുടെ മകൻ ഹിന്ദു വിരുദ്ധതയുടെ തിണ്ണനിറങ്ങിയതിനെ രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുകയാണ്. ബാൽ താക്കറെയുടെ മകനായ ഉദ്ധവ് താക്കറെ ഭീകരർക്ക് ഒത്താശ ചെയ്ത് കോൺഗ്രസുകാരോടൊപ്പം നിന്ന് സഖ്യമുണ്ടാക്കിയതിനെയാണ് രൂക്ഷമായ ഭാഷയിൽ അമിത്ഷാ വിമർശിച്ചത്. ബാൽ താക്കറെയുടെ മകനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഔറംഗസീബ് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പോലെയാണ് ഉദ്ധവ് പ്രവർത്തിക്കുന്നതെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമിത്ഷാ. ആരാണ് ബാൽ താക്കറെ എന്ന ചോദ്യത്തിന് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ല. ഒരു കാലത്ത് മുംബൈ നഗരത്തിലെ അധോലോകം ദാവൂദ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ പൂണ്ട് വിളയാടിയിരുന്നപ്പോൾ അതിനെതിരെ ഹിന്ദു വികാരത്തെയും ഐക്യത്തെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന മഹത്തായ വ്യക്തിത്വമാണ് ബാൽ താക്കറെ. ഞാനൊരു ഹിന്ദുവാണ്, ഒരു ഭ്രാന്തനായ ഹിന്ദു എന്ന് അന്താരാഷ്ട്ര റിപ്പോർട്ടറോട് മുഖത്തു നോക്കി വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച, ബാബറി തർക്ക മന്ദിരം തകർക്കാൻ ഞങ്ങളുടെ കൈ അല്ല കാലനാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ മഹത്തായ ദേശീയതയുടെയും ഹിന്ദുത്വയുടെയും മുഖമായിരുന്നു ബാൽ താക്കറെ. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ ഉദ്ധവ് താക്കറെ ഇന്ന് ഇന്ത്യ സഖ്യകക്ഷികളുടെ കൂടെയാണ്. കോൺഗ്രസിനെതിരെ നിരന്തരം പ്രചരണം അഴിച്ചുവിട്ട ബാൽ താക്കറെയുടെ മകൻ ഇന്ന് കോൺഗ്രസുകാരോടൊപ്പം ചേർന്ന് ഒരു കയ്യാളായി പ്രവർത്തിക്കുന്ന നാണം കെട്ട കാഴ്ചയാണ് മുംബൈയിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിനെതിരെയാണ് രൂക്ഷമായി പരിഹാസവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ മഹാനായ ബാൽ താക്കറെയുടെ മകനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന്. ബാലാ സാഹേബിന്റെ അനന്തര അവകാശി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഉദ്ധവ് താക്കറെ കസാബിന് ബിരിയാണി തീറ്റിച്ചവർക്കൊപ്പമാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നും പൂനെയിൽ ഒരു പൊതുയോഗത്തിൽ ഷാ പറഞ്ഞു. ഉദ്ധവ് താക്കറെ PFIയെ പിന്തുണയ്ക്കുന്നവരുടെ മടിയിൽ ഇരിക്കുകയാണ്. യാക്കൂബ് മേമനെ മോചിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചവരുടെ കൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഉദ്ധവ് ജി സക്കീർ നായിക്കിനെ സമാധാനത്തിന്റെ ദൂതൻ എന്ന് വിളിച്ചവരുടെ മടിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഔറംഗസീബ് ഫാൻസ് ക്ലബിന് രാജ്യത്തെ സുരക്ഷിതമാക്കാൻ കഴിയുമോ? ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ കഴിയൂ. മഹാരാഷ്ട്രയെ സുരക്ഷിതമായി നിലനിർത്താൻ BJPക്ക് മാത്രമേ കഴിയൂ എന്നും ഷാ കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യ സഖ്യത്തെയും ശരത് പവാറിനെയും അമിത്ഷാ കടന്നാക്രമിച്ചു. തെറ്റിദ്ധാരണ പരത്തി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ അഴിമതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അഴിമതി നേതാവ് ശരത് പവാറാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ആശയക്കുഴപ്പമൊന്നും തന്നെയില്ല. ഈ രാജ്യത്തെ പല സർക്കാരുകളിലും അഴിമതിയെ സ്ഥാപനവൽക്കരിച്ച് വ്യക്തിയാണ് ശരത് പവാർ എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു.